This news is brought to you by ലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പയ്യന്നൂർ ബ്ലോക്ക്, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആത്മാ പദ്ധതിയുടെയും ആഭിമുഖ്യത്തിൽ പ്രാപ്തി വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തട്ടുമ്മൽ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ പഴം, പച്ചക്കറി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചാണ് കർഷകർക്ക് പരിശീലനം നൽകിയത്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ജു പി സ്വാഗതം ആശംസിച്ചു. റിട്ടയർഡ് AFO AV ലീല ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കർഷകർക്ക് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായ ക്ലാസും പ്രായോഗിക പരിശീലനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. നിരവധി കർഷകർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തികപ്പള്ളി അവരുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ കൃഷി ഭവന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലും നമ്മുടെ നാട്ടിൽ സ്വയം പര്യാപ്തമായ പദ്ധതികൾ കൊണ്ടുവരുന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് SC ഉന്നതികൾ കേന്ദ്രീകരിച്ച് ഇത്തരം പരിശീലന പരിപാടികൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്ര മനോഹരമായ ഈ തട്ടുമ്മൽ ഈ ഉന്നതിക്ക് നമ്മളെല്ലാം കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ബജറ്റ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പഞ്ചായത്തിൽ നമ്മുടെ ഇത്തരം സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഒക്കെ ആയിട്ട് നിരവധി പദ്ധതികൾ ഈ പ്രാവശ്യത്തെ പുതിയ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നടക്കുന്ന ഇത്തരം പരിശീലന പരിപാടികളിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഇവിടുത്തെ വീട്ടമ്മമാരൊക്കെ ഉണ്ട്, ഒരുപാട് സമയമുള്ളവരും നമ്മുടെ ഈ മേഖലയിലൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പം അത്തരം പദ്ധതികളിൽ നിങ്ങളുടെ വിശദമായ ക്ലാസ്സൊക്കെ നമുക്ക് ലഭിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളോ വ്യവസായിക അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ പഞ്ചായത്ത് അതിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിങ്ങളെ സഹായിക്കുമെന്ന് ആദ്യമായി നിങ്ങൾക്ക് ഉറപ്പുവരികയാണ്. നമ്മുടെ ഒരു യൂണിറ്റിന് നമ്മുടെ പഞ്ചായത്ത് ഇപ്രാവശ്യം പദ്ധതി വെച്ചിരിക്കുന്ന 2 വരെയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ 3.25 ലക്ഷം രൂപ വരെയുള്ള സബ്സിഡി മരങ്ങൾക്കായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വിപണനത്തിന് അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ അത് വാണിജ്യാടിസ്ഥാനത്തിൽ അത് നിങ്ങളതിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പഞ്ചായത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തരും എന്നും കൂടെ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ മുഴുവൻ സമയം പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ വീട്ടമ്മമാരിൽ നമ്മുടെ കുടുംബങ്ങളോട് വരുമാനം വർദ്ധിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും പദ്ധതികളൊക്കെ നിങ്ങൾ ഏർപ്പെടണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിന് കൃഷിഭവന്റെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിലും എല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാകും ഈ അവസരത്തിൽ പറയാണ്. അതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ വിശദമായിട്ട് ക്ലാസ് നയിക്കുന്ന എല്ലാ സൂചിപ്പിക്കും. ഔദ്യോഗിക വേണ്ടി ഈ ചടങ്ങ് ഉദ്ഘാടനത്തിന് അറിയിക്കുന്നു. നന്ദി, സതീശൻ കാർത്തികപ്പള്ളി അതുപോലെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ, അതുപോലെ റിട്ടയർഡ് കൃഷി ഓഫീസർ നമ്മുടെ ലീലേച്ചി, അതുപോലെ കൃഷിഭവൻ തലത്തിൽ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നടത്താറുണ്ട്. ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം, എന്നിട്ട് അതിൽ അണ്ടിപ്പരിപ്പൊന്ന് ഇതാക്കിയിട്ട് കോരിയെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് വേണ്ട ആവുന്നുണ്ട്, നോക്കണേ, വായിലേക്ക് പോകുന്നു നോക്കണേ. ആദ്യം പറഞ്ഞോണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. കോരി നല്ല വീഡിയോ. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.